ഫ്രഷ് വ്ളോഗിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു ഹാൻഡ് സ്ക്രബാണ്. പെട്ടെന്ന് എപ്പോഴും ഫേസ് സ്ക്രബാണ് വരുന്നത്. ഒരു ഹാൻഡ് സ്ക്രബാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്ട്രാ കെയറൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ എല്ലാം ചെയ്യുന്നത് ഫേസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫേസിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ മറ്റ് ബോഡി പാർട്സിന് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രബ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് പുറത്തു പോയി സാധനം മേടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പം വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ സ്ക്രബ് തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഈ ബാക്കി സ്ക്രബ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ സ്ക്രബ് തയ്യാറാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും വരും, കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറാണ്. ഇപ്പം ഗ്ലാസ് കണ്ടെയ്നർ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. ഒരു സെറാമിക് കണ്ടെയ്നർ ആയാലും മതി. നമുക്ക് നന്നായിട്ട് നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാൻ പാകത്തിനൊരു കണ്ടെയ്നർ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി 1 ടീസ്പൂൺ ല്യൂക്ക് വോം വാട്ടർ എടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു പിഞ്ച് ഓഫ് ഗ്രീൻ ടീ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രീൻ ടീ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട. ഇപ്പോൾ ഗ്രീൻ ടീ ഇല്ലാത്ത ആൾക്കാർ ഒരു 4-5 ഡ്രോപ്സ് നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഡ്രോപ്സ് ഇട്ടാലും മതി. അതല്ല, എസെൻഷ്യൽ ഓയിൽ കയ്യിലുള്ള ആൾക്കാർ ഒരു 3 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ, ഇപ്പോൾ റോസ് എസെൻഷ്യൽ ഓയിലായിരിക്കാം, ലാവെൻഡർ ഓയിലായിരിക്കാം, അതിട്ടാലും മതി. ഇനി നമുക്ക് നമ്മുടെ കണ്ടെയ്നർ എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് പൊടിക്കൊന്നും വേണ്ട, ഈ ഗ്രാന്യൂൾസ് വേണം. അപ്പം ഈ പഞ്ചസാര നമുക്കൊരു 6 ടേബിൾ സ്പൂൺ ഈ കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് നമുക്ക് ഇടാം. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഞാൻ ഇച്ചിരി കൂടുതലാണ് എടുക്കുന്നത്. ഇതെനിക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഇതിനടച്ച് ഈ മിക്സ്ചർ ഉണ്ടായതിന് ശേഷം ഞാൻ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇടാം. റൂം ടെമ്പറേച്ചറിലുള്ള കോക്കനട്ട് ഓയിൽ 3 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ ഹാഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നാരങ്ങേനെ ഒരു ബൗളിലേക്ക് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിടാം. അപ്പോൾ 2 ടീസ്പൂൺ കിട്ടുന്ന കണക്കാക്കിയിട്ട് വേണം സ്ക്വീസ് ചെയ്യാനായിട്ട്. നമുക്ക് ആവശ്യമുള്ളത് 2 ടീസ്പൂണാണ്. അതിൽ കൂടുതൽ നാരങ്ങ നീര് ഇടണ്ട. അപ്പോൾ ഈ നാരങ്ങ നീരിനെ നമുക്ക് നമ്മുടെ മിക്സ്ചറിൻ്റെ അകത്തോട്ട് ഇടാം. കറക്റ്റ് 2 ടീസ്പൂൺ ഉണ്ട് ഇത്. ഇനി നമുക്ക് വേണ്ടത് ഹണി 1 ടീസ്പൂൺ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇടാം. ഒട്ടുമിക്ക ഹോം മെയ്ഡ് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ അകത്ത് ഇടുന്ന ഒരു ഐറ്റമാണ് ഈ ഹണി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഒത്തിരി ദിവസത്തേക്ക് കാണും. ഞാൻ ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിച്ച് വയ്ക്കും. ഫ്രീസറിൻ്റെ അകത്ത് വെക്കേണ്ട, നോർമൽ റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്യാം. കൺസിസ്റ്റൻസി നോക്കുക. ഇച്ചിരി കട്ടി കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതിയാവും. അഥവാ നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി.
ഈ പ്രപ്പോർഷൻ കറക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജിൽ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ ടീ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇന്നെ നമ്മൾ അരിക്കൊന്നും വേണ്ട, എല്ലാം കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി കൈ ഒന്ന് ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് കഴുകുക. എന്നിട്ട് നമ്മുടെ സ്ക്രബ് എടുക്കുക, 2 കൈയിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഭയങ്കര ഫോഴ്സ്ഫുള്ളി സ്ക്രബ് ചെയ്യരുത്. അത്യാവശ്യം കുറച്ചൊന്ന് ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. ഭയങ്കരമായിട്ടൊരു ഫോഴ്സ് കൊടുക്കരുത്. നന്നായി സ്ക്രബ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് ഇതുപോലെ സ്ക്രബ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫൈവ് മിനിറ്റ്സ് വരെ സ്ക്രബ് ചെയ്താൽ മതിയാവും. എന്നിട്ട് കഴുകി കളയുക. വേറെ സോപ്പൊന്നും യൂസ് ചെയ്യരുത്. മോയ്സ്ചറൈസറും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി കളയുക. ഇപ്പോൾ തന്നെ നല്ല മോയ്സ്ചർ ഫീലിംഗ് ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് വന്നിട്ട് എൻ്റെ കൈയൊക്കെ നല്ല മോയ്സ്ചർ ലോക്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. ഈ പ്രോഡക്റ്റിനെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ മതി. ആവശ്യമുള്ള പോലെ യൂസ് ചെയ്താൽ മതി. അപ്പം ആവശ്യമുള്ള സമയത്ത് കുറച്ച് ചെറിയൊരു പോർഷൻ എടുക്കുക, കയ്യിൽ ഇടുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഞാൻ കാണിച്ചു തന്ന പോലെ മസാജ് ചെയ്തിട്ട് അതിനങ്ങ് വാഷ് ചെയ്ത് കളയാം. പെട്ടെന്നൊരു മോയ്സ്ചറൈസറൊന്നും ഇടണ്ട, കാരണം ഇതിൽ കോക്കനട്ട് ഓയിൽ ഉള്ളത് കൊണ്ട് നല്ലൊരു മോയ്സ്ചർ ലോക്ക്ഡ് ആയിട്ടാണ് ഇതല്ലെങ്കിൽ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.